അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, താരീഖിന്റെയും അഖ്ലാഖിന്റെയും ഒരു മോഡൽ ചോദ്യപേപ്പറാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ പഠിക്കുക. ഒന്നാമത്തെ ചോദ്യം യോജിപ്പിക്കുക. ബ്രാക്കറ്റിൽ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ആൻസർ ആയിട്ട്. നമ്മൾ ശരിയായത് എടുത്ത് താഴെയുള്ള ചോദ്യങ്ങൾക്ക് എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷൻ ഗസ്വത്ത്, അതുപോലെ മുനാഫിക്കുകൾ, 15, ഹിജ്ർ, ഖൽബ്, മടിക്കരുത്. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. ഇനി ശരിയായത് നമ്മൾ എടുത്തെഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, ഉഹദിൽ ശത്രു സൈന്യത്തിൽ ഉൾപ്പെട്ട സ്ത്രീകൾ എത്രയായിരുന്നു? 15 സ്ത്രീകളായിരുന്നു. തഖ്വ നിലകൊള്ളുന്ന സ്ഥലമാണ് ഖൽബ്, മനുഷ്യന്റെ ഹൃദയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുത്ത യുദ്ധത്തിന് എന്ത് പറയും? ഗസ്വത്ത് എന്ന് പറയും. ഗസ്വത്ത്, പങ്കെടുത്ത യുദ്ധത്തിന് ഗസ്വത്ത് എന്നും അല്ലാത്തതിന് സരിയത്ത് എന്നും ഒക്കെ പറയും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പശ്ചാത്തപിക്കാൻ ഡാഷ്, മടിക്കരുത്. പശ്ചാത്തപിക്കാൻ, അള്ളാഹുവിനോട് നമ്മൾ തെറ്റ് ചെയ്താൽ പശ്ചാത്തപിക്കാൻ മടിക്കരുത്. ഉഹദിലേക്കുള്ള വഴിയിൽ വെച്ച് മടങ്ങിപ്പോയ 300 പേർ അവർ മുനാഫിക്കുകളായിരുന്നു. സമൂദുകളെ ശിക്ഷിക്കപ്പെട്ട സ്ഥലം അതേതാണ്? ഹിജ്റാണ്. ഹിജ്ർ എന്ന സ്ഥലത്ത് വെച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സമൂദ് ഗോത്രക്കാരെ ശിക്ഷിച്ചത്. ഇനി ഹിജ്റ വർഷവും മാസവും എഴുതുക. ഖൈബർ യുദ്ധം, വിദ്യാർത്ഥികൾ ഈ ഹിജ്റ വർഷ കണക്കൊക്കെ അതുപോലെ തന്നെ പഠിച്ച് വരണം. ഒന്നാമത്തത് ഖൈബർ യുദ്ധം ഹിജ്റ 7-നാണ്, മുഹറം മാസത്തിലാണ്. ഉഹദ് യുദ്ധം ഹിജ്റ 3-നാണ്, ശവ്വാൽ മാസത്തിനാണ്. മക്ക വിജയം ഹിജ്റ 8-ാം വർഷമാണ്, റമദാൻ മാസത്തിലാണ്. പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത് ഹിജ്റ 2-ാം വർഷമാണ്, സഫർ മാസത്തിലാണ്. ഹജ്ജത്തുൽ വിദാഇന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടത് ഹിജ്റ 10-നാണ്, ദുൽഖഅദ് മാസത്തിലാണ്. ഇതുപോലെ വേറെയും പല ഹിജ്റ കണക്കുകളും അതുപോലെ പേരുകളുമൊക്കെ താരീഖിൽ വരുന്നുണ്ട്. വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ഇനി ഉത്തരം എഴുതുക. ക്ഷമിക്കാനുള്ള അവസരങ്ങളായി നാം കാണണം. എന്തിനെ? പരീക്ഷണങ്ങളെയും കഷ്ടപ്പാടുകളെയും ഒക്കെ നമുക്ക് ക്ഷമിക്കാനുള്ള ഒരവസരമായിട്ട് നാം കാണണം. മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയത് എപ്പോഴാണ്? ശത്രുക്കളുടെ ക്രൂരതകൾ സഹിക്കാതെ വന്നപ്പോഴാണ് മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത് എന്താണ്? എല്ലാ മതവിശ്വാസികൾക്കും തുല്യ പ്രാധാന്യവും സംരക്ഷണവും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. 4-മത്തത് ജബലുർ റുമാത്ത് എന്ന പർവ്വതത്തിൽ വിന്യസിച്ചു ആരെ? അമ്പെയ്ത്തിൽ വിദഗ്ധരായ 50 പേരെ. ഉഹദ് യുദ്ധവേളയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമ്പെയ്ത്തിൽ വിദഗ്ധരായ 50 പേരെ ജബലുർ റുമാത്തിൽ വിന്യസിച്ചു. എന്നിട്ട് പറഞ്ഞു, നിർദ്ദേശം ലഭിക്കുന്നത് വരെ നിങ്ങൾ താഴെ ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ അവരോട് നിർദ്ദേശിച്ചിരുന്നു. പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങൾ ഏതെല്ലാം? വെള്ള വസ്ത്രം, അതുപോലെ തലപ്പാവ്, ഖമീസ്, ഇതൊക്കെ പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങളാണ്. മക്കയിൽ നിന്നും ഹുദൈബിയയിലേക്കുള്ള ദൂരം എത്രയാണ്? 50 മൈല്. ഇനി ശരി അടയാളപ്പെടുത്തുക. ഖൽബിന്റെ അസുഖങ്ങളിൽ പെട്ടതാണ് ഏത്? പരദൂഷണാണോ, കോപാണോ, ഏഷണിയാണോ? കോപം. അത് ഖൽബിന്റെ അസുഖങ്ങളിൽ പെട്ടതാണ്. ഖന്തക്കിൽ മുസ്ലിം സൈന്യത്തിന്റെ എണ്ണം എത്രയായിരുന്നു? 3000 ഖന്തക്കിൽ മുസ്ലിങ്ങളുടെ എണ്ണം. വൻ പാപങ്ങളിൽ പെട്ടതാണ് എന്ത്? ദേഷ്യപ്പെടലാണോ, വ്യഭിചാരാണോ, ചീത്ത സ്വഭാവമാണോ? വ്യഭിചാരം, സിന, അത് വൻ പാപങ്ങളിൽ പെട്ടതാണ്. മദീനയുടെയും ഷാമിന്റെയും ഇടയിലുള്ള സ്ഥലം ഏതാണത്? ഉഹദാണോ, ഖന്തക്കാണോ, ഖൈബറാണോ? ഖൈബറാണ്. മനുഷ്യരെ അള്ളാഹു പരീക്ഷിക്കും. എന്തുകൊണ്ട്? ഭയം കൊണ്ട്, പരദൂഷണം കൊണ്ട്, പൊങ്ങച്ചം കൊണ്ട്, ഭയം കൊണ്ട്. അതുപോലെ ഉഹദിൽ പതാക വഹിച്ചത് ആരായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹു ആണോ, അലി റളിയല്ലാഹു അൻഹു ആണോ, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആണോ? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആണ്. അടുത്തത് പൂരിപ്പിക്കുക. ഒന്നാമത്തത് ലഅല്ലി ഡാഷ് ഹാദാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വിദാഇൽ പറഞ്ഞ ഒരു കാര്യമാണിത്. ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ. പിന്നെ വകുൽ ജാഅ ഡാഷ് കാന സഹൂക. മക്ക വിജയത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വകുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂക. ഇനി വനാഫിഖുൽ കീരി ഇമ്മാ അൻ യുഹ്രിക സിയാബക് വ ഇമ്മാ അൻ നജിദ മിൻഹു റീഹൻ ഖബീസ. ഈ ഉലയിൽ ഊതുന്നവൻ അവൻ ഒന്നുകിൽ നിന്റെ വസ്ത്രത്തെ കരിച്ചേക്കാം,
വഇമ്മ അൻ നജിദ മിൻഹു റീഹൻ ഖബീസ, അല്ലെങ്കിൽ മോശമായ സ്മെല്ല് നിനക്ക് അവനിൽ നിന്ന് അടിച്ചേക്കാം. യാ മഅ്ശറൽ മുഹാജിരീന വൽ അൻസാർ ഹലുമ്മൂ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയാണ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് വന്നിട്ടുള്ളത്. ഇനി വ്യക്തമാക്കുക, എന്താണ് തസ്കിയത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞാല്? ദുഷിച്ച വിചാരം, വിശ്വാസം, വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ ഖുലൂബ്. ഇസ്ലാമിന്റെ ശത്രുക്കളെ സഹായിക്കുകയില്ല എന്ന കരാറിലേർപ്പെട്ട മദീനയിലെ ഗോത്രങ്ങൾ ആരൊക്കെയായിരുന്നു? ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നളീർ. കേട്ടതെല്ലാം പറയരുത്. എന്തുകൊണ്ട്? അതിൽ കളവ് വന്നു ചേരാൻ സാധ്യതയുള്ളതുകൊണ്ട്. ആരുടെ നിലപാടാണ് ബദർ യുദ്ധം അനിവാര്യമാക്കിയത്? അബൂജഹലിനെ പോലെയുള്ള ശത്രുക്കളുടെ നിലപാടായിരുന്നു ബദർ യുദ്ധത്തിലേക്ക് എത്തിച്ചത്. ഇനി സാരമെഴുതുക. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. നിശ്ചയം കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു, ആ കൽബിനെ ദോഷങ്ങൾ കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടു. ഖാലിഖിന്നാസ ബിഖുലുഖിൻ ഹസനിൻ. മനുഷ്യരോട് നീ സൽ സ്വഭാവത്തിൽ പെരുമാറുക. അത്തഖ്വാ ഹാഹുന. ഇവിടെയാണ് തഖ്വ. ഇന്നല്ലാഹ അസ്സ വജല്ല യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്താത്ത കാലത്തോളം അടിമയുടെ തൗബ അല്ലാഹു സ്വീകരിക്കും. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയാൽ പിന്നെ തൗബ സ്വീകരിക്കൂല. അതിനു മുമ്പേ തൗബയെല്ലാം ചെയ്ത് നമ്മൾ റെഡിയാവേണ്ടതുണ്ട്. ഇതാണ് താരീഖിന്റെയും അഖ്ലാഖിന്റെയും ഒരു മോഡൽ ചോദ്യപേപ്പർ. വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ തന്നെ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.